الحمد لله الواحد القهار والعزيز الجبار مكور الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അർഹമുറാഹിമീനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിനയാന്വിതരായ അടിമകളായി മാറുവാനും ഇരു ലോകത്തും വിജയിക്കുന്ന സത്യാന്വേഷണത്തിൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിച്ച് വിജയം കണ്ടെത്തുന്ന നല്ലവരിൽ സ്വാലിഹീങ്ങളിൽ നാം ഉൾപ്പെടാനും ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവനിഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ ദിനങ്ങൾ കഴിഞ്ഞ്, ഈദുൽ ഫിത്തർ കഴിഞ്ഞ്, ഷവ്വാലിലെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഒരു വേള, ഷവ്വാലിലെ പ്രധാനപ്പെട്ട നോമ്പുകൾ വരെ പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വേളയിലായിരിക്കും നമ്മളേറെ. ചെയ്തുപോയ എല്ലാ സൽക്കർമ്മങ്ങളും ഒട്ടും നഷ്ടം സംഭവിക്കാതെ അള്ളാഹുവിൻ്റെ കോടതിയിൽ തൂക്കി നോക്കുന്ന നാളിൽ കനപ്പെട്ട അമലായി അള്ളാഹു നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ മാസം കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നമ്മളെക്കുറിച്ചിരുന്ന് ആലോചിക്കാൻ, ഇരുന്നൊന്ന് ചിന്തിക്കാൻ ചില കാര്യങ്ങളൊക്കെയുണ്ട്. 3 തരം ആളുകളായിരിക്കും ഇപ്പോൾ നാട്ടിലുണ്ടാവുക. ഒന്ന്, സ്ഥിരതയുള്ള ഒരു വിഭാഗം ആളുകളുണ്ടാവും. ഒരു റമദാനിൻ്റെ മുമ്പുമുണ്ട്, റമദാനിലുമുണ്ട്. ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വീഴ്ചയില്ലാതെ കൃത്യമായി ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്ന ഒരു കൊച്ചു സംഘമുണ്ടാകും. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ നാട്ടിൽ നമ്മളൊക്കെ കാണാൻ സാധിക്കുന്ന മാറ്റമില്ലാത്തൊരു ടീമാണ്. റമദാൻ വന്നിട്ടും മാറ്റം വരാത്ത ജീവിതത്തെ മാറ്റിയെടുക്കാത്ത, ചിട്ടകൾ വരാത്ത, ശീലങ്ങൾ നന്നാക്കാത്ത, സംസ്കാരത്തെ ഉടച്ചെടുക്കാത്ത ചില മനുഷ്യരുണ്ട്. വലിയ നാശത്തിന്റെ, നഷ്ടത്തിന്റെ, പരാജയത്തിന്റെ ഒരു സംഘമാണ് ആ ആളുകൾ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. മൂന്നാമതൊന്ന്, റമദാനിൽ അവർ നല്ല മനുഷ്യരായിരുന്നു, എന്തെന്നില്ലാത്ത മെച്ചപ്പെട്ട മനുഷ്യർ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നന്മകളിൽ മുന്നിട്ട് വന്നവർ. ചെറുപ്പക്കാരായ ആളുകൾ പോലും രാത്രിയിലെ ഇബാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ധന്യമായ കാഴ്ചകൾ. പക്ഷേ അവർ അതേ സമയത്ത് ആ റമദാൻ കഴിഞ്ഞതോടുകൂടെ അവയെല്ലാം മാറ്റിവെച്ചുപോയവർ. ഇവിടെയാണ് നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ടത്, പടച്ച റബ്ബ് നമ്മൾ ഈ കൂട്ടത്തിൽ എവിടെയാണ് നമുക്കിന്ന് സ്ഥാനം തന്നിരിക്കുന്നത്?
എന്റെ ദറജ ഈ കാറ്റഗറിയിൽ എവിടെയാണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. നമ്മളെയാണത് ബോധ്യപ്പെടുത്തേണ്ടതും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യരെ നിങ്ങൾക്കൊരു ശത്രുവുണ്ട്, അവനെ നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം. അത് റമദാനിൽ കെട്ടിയിടപ്പെട്ട ഒരു ശത്രുവായിരുന്നു ശൈത്താൻ. പക്ഷേ അവൻ ഊരി മാറ്റപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ മുഴുവൻ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഞാൻ തെറ്റിച്ച് കളയുമെന്ന് പ്രതിജ്ഞയെടുത്തൊരു ശത്രു. ഇന്ന ശൈത്വാന അദുവ്വുൻ ലക്കും, പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവാ, നിങ്ങൾ അവനെ ശത്രുവായി കാണണം. എന്താണ് അവന്റെ പ്രത്യേകത എന്നറിയോ? മനുഷ്യൻ ചെയ്യുന്ന തെറ്റായ സകല കാര്യങ്ങളും സുയ്യിന ലഹും സുഅ അഅമാലിഹിം, ചെയ്യുന്നത് മുഴുവൻ മോശിക്കും. ശൈത്താൻ അവനോട് പറയുന്നത് നല്ലതാണ്, ഇയാണ് സൂപ്പർ, ഇയാണ് സ്റ്റാർ, നിന്നെ പോലെ ആവണം മനുഷ്യന്മാര്. അങ്ങനെ അവനെ ഇങ്ങനെ കൊമ്പത്ത് കയറ്റി വെച്ച് തിന്മകളിൽ അവനെ ഒരു പ്രത്യേക ലഹരിയിലാക്കി അവനങ്ങനെ കൊണ്ടു നടത്തും. സ്വയം അവൻക്ക് ഭയങ്കരമായ ഒരു ആസ്വാദനം കൊടുക്കും. ഇവനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണുള്ളത്. നമ്മൾ താൽക്കാലികമായ ഒരു വിജയത്തിന് വേണ്ടി പണിയെടുത്തവരല്ല, നമ്മൾ യഥാർത്ഥ വിജയത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ്. നമുക്ക് അവസാന നിമിഷം വരെ കളി മൈതാനങ്ങളിൽ അവസാനം ഗോൾ പോസ്റ്റിലേക്ക് എത്തുന്നത് വരെ ആ ടീമിനുണ്ടാകുന്ന ആവേശം പോലെ നമ്മൾ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാകണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് ഒരൊറ്റ ആയത്ത് മതി നമുക്ക് ചിന്തിക്കാൻ. 77-ാമത്തെ ആയത്ത് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇർക്കഊ, നിങ്ങൾ റുകൂ ചെയ്യണം, വസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യണേ, വഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നന്നായി ആരാധനകൾ ചെയ്യണേ, വഫഅലുൽ ഖൈറ, ധാരാളം നന്മകൾ നിങ്ങൾ പ്രവർത്തിക്കണേ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കാം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിജയിക്കാനുള്ള 4 പ്രധാനപ്പെട്ട തൂണുകൾ നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചാൽ മനസ്സിലാക്കണം, അതിലെന്തോ പ്രധാനപ്പെട്ടത് നമ്മോട് പറയാനുണ്ട്. അതിലേറ്റവും പ്രാധാന്യത്തോടെ ആദ്യം ഓർമ്മപ്പെടുത്തിയത് റുകൂഉം സുജൂദും ശ്രദ്ധിക്കാനാ പറഞ്ഞത്. സുജൂദിലും റുകൂഇലുമായി നമ്മൾ ചെയ്യുന്ന നമസ്കാരം ശ്രദ്ധിക്കാനാണ് ആ വാക്കിന്റെ അർത്ഥം. നമസ്കാരം എന്ന് പറയുന്നതിന് പകരം റുകൂഉ സുജൂദ് എന്ന് പറഞ്ഞത്. ഒരു വിശ്വാസി വിജയിക്കുന്നത് എപ്പോഴാണ്? അയാളുടെ നമസ്കാരം ശരിപ്പെടുമ്പോഴാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഏതാണ് വിജയിച്ച ആളുകൾ? അവർ അവരുടെ നമസ്കാരത്തിൽ ഖാശിഊൻ, ഭക്തിയുള്ളവരാണ്. നിസ്കാരത്തിനൊരു ഭക്തി ഉണ്ട്, അത് സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അത് നേടിയെടുക്കലായിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങളൊക്കെ നമുക്ക് തന്നത്. നമുക്ക് കിട്ടിയോ? നമസ്കാരത്തിൽ ഒരു ആനന്ദം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? നിസ്കരിക്കുമ്പോൾ മനസ്സിനൊരു സുഖം കിട്ടി തുടങ്ങുന്നുണ്ടോ? നിസ്കാരം ഒരു ഭാരമായി തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? നിഫാഖിന്റെ അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പള്ളിയിൽ പോവുക, നിസ്കരിക്കുക, ജമാഅത്തിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് ഒരു ഭാരമായി ആരുടെയെങ്കിലും മനസ്സിൽ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇനി വേറെ ആരോടും ഫത്വ ചോദിച്ച് നടക്കേണ്ട കാപട്യത്തിന്റെ ഒന്നാമത്തെ അടയാളം അതായിരിക്കും. എന്നാൽ ഇസ്ലാം പറയാണ്, വിജയിക്കുന്ന വിശ്വാസിയുടെ ഒന്നാമത്തെ ഗുണം ഖാശിഊൻ, നമസ്കാരത്തിലെ ഭക്തിയായിരിക്കും അവർക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത്. ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ നല്ല നിസ്കാരായാൽ പോരാ, എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭക്തിയായാൽ പോരാ. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിലും ഒരു പ്രത്യേക ഖുശൂ ഉണ്ടാക്കാൻ കഴിയണം. ആൾക്കാർ ശ്രദ്ധിക്കുമ്പോൾ നമ്മളൊക്കെ നല്ല നിസ്കാരിക്കും, അത് പോരാ. ഇസ്ലാം, ഇസ്ലാമാണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളുടെയും തലവൻ എന്ന് പറയുന്നത്. വഅമൂദുഹു, അതിന്റെ നെടുന്തൂണ് അസ്സലാ, നിസ്കാരമാണ്. ഒരു കെട്ടിടം, അതിന്റെ തൂണുകൾ ഇങ്ങനെ പൊളിച്ചു പൊളിച്ചു മാറ്റിയാൽ പിന്നെ ആ കെട്ടിടത്തിന് വാല്യൂ ഇല്ല. ഇസ്ലാമാകുന്ന ഇതിന്റെ നെടുന്തൂണ് നിസ്കാരമാണ്. ഒരാളുടെ നമസ്കാരത്തിനെ എന്തൊക്കെ ബാധിക്കുന്നുണ്ടോ അത് അയാളെ ഇസ്ലാമിനെ ബാധിക്കുന്നുണ്ട്. ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പള്ളിക്ക് എത്താൻ പറ്റുന്നുണ്ടോ? നിസ്കാരം കഴിഞ്ഞ ഉടനെ എണീറ്റ് ഓടാൻ തോന്നുന്നുണ്ടോ?
സുന്നത്ത് നമസ്കരിക്കാൻ ഇപ്പോഴും ഒരു താല്പര്യം കുറഞ്ഞു വരികയാണോ? എന്തെല്ലാം നമുക്ക് നമസ്കാരം കൊണ്ടുണ്ടാകുന്ന സുഖവും ആനന്ദവും ഉണ്ടോ, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പരലോകത്ത് ആദ്യമായി മനുഷ്യന്റെ വിചാരണ ചെയ്യുന്ന കർമ്മമേതാ? അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തു. ഒരു വിശ്വാസിയുടെ, ഒരു അടിമയുടെ അവന്റെ പ്രവർത്തനങ്ങളിൽ ആദ്യം പരലോകത്ത് വിചാരണ ചെയ്യുന്ന വിഷയം നിസ്കാരമായിരിക്കും. അത് പോയാൽ പിന്നെ ബാക്കിയുള്ള കാര്യം പറയാണ്ടാവില്ല. പിന്നെ നമ്മൾ എത്ര സ്വതക്ക ചെയ്തു, എത്ര ഹജ്ജ് ചെയ്തു എന്നുള്ളതൊക്കെ പിന്നെയാണ് പരിശോധന. നമസ്കാരത്തിലാണ് ആദ്യത്തെ പരിശോധന വരുന്നത്. ഈ പേടിയാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരാൾ ശിർക്കിലും കുഫറിലും അവിശ്വാസത്തിന്റെയും ഇടയിലുള്ള മതിലായി നമസ്കാരം ഉപേക്ഷിക്കലാണ്. ഒരാൾ ശിർക്കിലും കുഫറിലുമാണെന്ന് തെളിയിക്കാനുള്ള മാനദണ്ഡം അതായി മാറും. നിസ്കാരം ഒഴിവാക്കുന്ന സ്വഭാവമുണ്ടോ? അവരേറ്റ് പിന്നെ ഒരു ബന്ധം നമുക്ക് പറ്റൂല. എത്ര അപകടകരമായിട്ടാ പഠിപ്പിച്ചിരിക്കുന്നത്. മൻ തറക സ്വലാത്തുൽ അസ്രി, സ്വലാത്തുൽ അസ്ർ എന്ന നമസ്കാരം, അസ്ർ നമസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ബാത്തിലായി. അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും ബാത്തിലായി. അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു അടിമ റബ്ബിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് സുജൂദിലാകുന്ന സമയത്താണ്. സഹോദരങ്ങളെ, ഈ നമസ്കാരത്തിന്റെ വിഷയത്തിലായിരുന്നു നമ്മുടെ മുൻഗാമികളൊക്കെ വലിയ താല്പര്യമുള്ള ആളുകളായിരുന്നു. നമസ്കാരം ആസ്വദിക്കുന്ന മനസ്സുണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾ മഹാനായ അബ്ദുറഹ്മാനു സലമി റളിയല്ലാഹു അൻഹു രോഗബാധിതനാണ്. ശരീരത്തിൽ ഇങ്ങനെ മരണത്തിൻ്റെതായ സൂചനകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കിടക്കുന്നത് ബെഡിലാണ്. ഒരു പക്ഷേ അവസാനത്തെ ശ്വാസമാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു വല്ലാത്ത ബേജാറ് കിടക്കുമ്പോഴുണ്ട്. അപ്പോഴാണ് അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നു. അബ്ദുറഹ്മാനു സലമി റളിയല്ലാഹു അൻഹു മക്കളെ വിളിച്ചു, ഹയ്യാലസ് സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്. ഈ വിളി അങ്ങ് കേട്ടപ്പോ മരണക്കിടക്കയിൽ നിന്ന് അബ്ദുറഹ്മാനു സലമി റളിയല്ലാഹു അൻഹു മക്കളോട് പറഞ്ഞു, മക്കളെ എന്റെ കൈ ഒന്നങ്ങ് പിടിച്ച് പൊന്തിക്ക്. മക്കൾ തിരിച്ചു വെച്ചു, എവിടുക്കാ ബാപ്പ ഈ വയ്യാത്ത സമയത്ത് പോണ്? ഇല്ല, ആ വിളി കേട്ടിട്ട് ഇവിടെ കിടക്കാൻ പറ്റണില്ല, എനിക്ക് പോണം. എണീറ്റു, മക്കളെ കൂടെ ചേർന്ന് പള്ളിയിൽ പോയി. മക്കൾ ഒന്നുണ്ടാക്കി കൊടുത്ത് സഫിൽ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി നമസ്കാരം ആരംഭിച്ചു. മഗ്രിബായിരുന്നു. ഒന്നാമത്തെ റക്അത്ത് നിസ്കരിച്ചു. രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു വീണ് മരണപ്പെട്ട സലഫുസ് സാലിഹീങ്ങളിൽ അബ്ദുറഹ്മാനു സലമിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, മരിക്കാൻ സമയത്ത് പോലും ആ ബാങ്കുലി ശബ്ദത്തിനെ വിട്ടൊഴിയാൻ പറ്റാത്ത വിധേന അവർ നിസ്കാരത്തെയും ജമാഅത്തിനെയും കണ്ടു. നമ്മളൊക്കെ എത്ര നിസ്സാരായിട്ടാണ്, നമ്മൾ എത്ര ലാഘവത്തിൽ. ഒരു കല്യാണം മതി ഒഴിവാക്കാൻ, ഒരു തക്കാരം മതി, ഒരു ടൂർ മതി, എല്ലാം ഒഴിവാക്കാൻ. മൻ തറക സ്വലാത്തൽ അസ്രി ഫഖദ് ഹബിത അമലു. ഒരു മനുഷ്യൻ അവന്റെ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഘട്ടം, പ്രത്യേകിച്ച് അസ്റിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, നബി തങ്ങളുടെ ജീവിതത്തിൽ മക്കക്കാരായ ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ ഏൽപ്പിച്ചു. നമുക്കൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ ബുദ്ധിമുട്ട്. ഗൾഫ് രാജ്യത്തുണ്ടാകുന്ന ആളുകൾ, അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന നാട്ടുകാർ, കച്ചവടത്തിലും മറ്റും പല രംഗത്തും ബാധിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ അവസ്ഥ, ഹോട്ടലുകൾ പൂട്ടിക്കിടക്കുന്ന രംഗം, മറ്റു പല ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകാത്ത അവസ്ഥ, ഡീസലിന് പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നു. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ശത്രുക്കൾ വല്ലാതെ ആക്ഷേപിക്കുക, വഴക്കിടുക. നബി തങ്ങളെ ശാരീരികമായും മാനസികമായും തളർത്തുന്ന ഒരുപാട് പ്രതിസന്ധികൾ കൊണ്ടുവന്നു. നബി തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അള്ളാന്റെ ഖുർആനിൽ സൂറത്ത് ഹിജ്റിന്റെ 97-98 ആയത്തിറങ്ങി. വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. നബിയെ, അവര് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിന് വല്ലാതെ വിഷമമുണ്ടാക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടല്ലേ. ശരി, എന്താ പരിഹാരം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. നീ താങ്കളുടെ റബ്ബിനെ നന്നായി തസ്ബീഹ് നടത്തുക. വകും മിനസ് സാജിദീൻ. നിങ്ങൾ സുജൂദിലുള്ളവരായി, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെയാവുക. തസ്ബീഹ് ഉണ്ടാവുക, സുജൂദ് പാലിക്കുക, നിസ്കരിക്കുന്നവരായി മാറുക. 5 മിനിറ്റ് നീളമുള്ള ഒരു നിസ്കാരത്തിന്
കേവലം ആ സമയത്തേക്കുള്ളതല്ല, നമ്മുടെ ജീവിതത്തെ മൊത്തം വിജയത്തിന് കാരണമാകുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യമായിട്ടാണ് നമസ്കാരത്തെ പഠിപ്പിച്ചിരിക്കുന്നത്. അസ്സലാത്തു നൂറുൻ, നിസ്കാരം എന്നതൊരു വലിയ പ്രകാശമാണ്. ഇതൊന്നും അറിയാത്തവരല്ല ഒരു ഓർമ്മപ്പെടുത്തുക. ഈ ആയത്തിലെ രണ്ടാമത്തെ ഭാഗത്ത് അല്ലാഹു തആല പഠിപ്പിച്ചത് എന്താ? ആരാധനകളിൽ മുഴുകുക. നമസ്കാരമല്ലാത്ത മറ്റു ഇബാദത്തുകളിൽ മുഴുകുക. പടച്ചോ നമ്മളൊക്കെ പടച്ചത് ആ ലക്ഷ്യത്തിലാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം പടച്ചിട്ടില്ല അവർ അല്ലാഹ്ക്ക് ആരാധന ചെയ്യാനല്ലാതെ. നമ്മൾ അല്ലാഹു ആകുന്ന പ്രപഞ്ചനാഥനെ ആരാധിക്കാനും അവന് കീഴ്പ്പെടാനും വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ പഠിക്കണം എന്താണ് അല്ലാഹ്ക്ക് ആരാധന ചെയ്യുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരു കാര്യം ഇബാദത്താകുന്നത് എപ്പോഴാണ്? അൽ ഇബാദ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഹേ ഇസ്മുൻ ജാമിഉൻ, അത് മൊത്തത്തിലുള്ള ഒരു പേരാണ്. ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാഹു മിനൽ അഖ്വാൽ. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന, അല്ലാഹ് തൃപ്തിപ്പെടുന്ന വാക്കുകൾ ഇബാദത്താണ്. ഒരാളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് ഇഷ്ടം, അത് ഇബാദത്തിൽ പെടും. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന പരോക്ഷമായതും പ്രത്യക്ഷമായതുമായ സകല പ്രവർത്തനങ്ങളെയും പെടുത്തുന്നത് ഇബാദത്തിലാണ്. എല്ലാം പെട്ടു. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന വാക്കുകളും പ്രവർത്തികളും എല്ലാം അതിൽപ്പെട്ടു. നമസ്കാരം പെട്ടു, സ്വതക്ക പെട്ടു. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ലാഹിറായ കാര്യമാണ്. കാണാൻ പറ്റാത്തതായ ബാത്തിനായ ചിലതുണ്ട്. ഹൃദയത്തിനകത്തായിരിക്കും ഉണ്ടാകുക. സ്നേഹം ഒരാൾക്ക് ഉണ്ടാവുക, ഭയം തോന്നുക, നരകത്തെ കുറിച്ചുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ടാവുക. ഇതൊക്കെ ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കന്മാര് പറയാറുണ്ട്, 3 കാര്യങ്ങൾ നിന്റെ മനസ്സിലുണ്ടെങ്കിലാണ് ഈമാനോ ഇബാദത്ത് പൂർത്തിയാവുക. ഒന്ന് കമാലുൽ മഹബ്ബ, അല്ലാഹുവിനോടുള്ള പൂർണ്ണമായ സ്നേഹമുണ്ടാകുമ്പോഴാണ്. എനിക്ക് പടച്ചോൻ ഇതൊക്കെ തന്നു, എന്നെ പടച്ചവൻ അനുഗ്രഹിച്ചു. ആയിരക്കണക്കിന് മനുഷ്യർ രോഗികളായി കിടക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നടക്കുകയാണ്. എത്രയോ മനുഷ്യർ ജോലിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മക്കളില്ലാതെ പ്രയാസപ്പെടാണ്, വീട് പണി നടക്കാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പടച്ച റബ്ബ് എനിക്കെന്തെല്ലാം നിഅമത്ത് തന്നു എന്ന് ഓർത്ത് അല്ലാഹുവിനോട് സ്നേഹം തോന്നുക എന്നത്, അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാവുക എന്നത് ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തേത് കമാലുൽ ഖൗഫി, പൂർണ്ണമായ അല്ലാഹനെ കുറിച്ചുള്ള നല്ല പേടി ഉണ്ടാവുക. ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് പടച്ചോൻ ശിക്ഷ തരും, അള്ളാന്റെ പരലോകം എന്നുള്ളത് സത്യമാണ്. ആ ഭയപ്പാടോടെ നാം ജീവിക്കുന്നത് ഇബാദത്തിൽ പേടിയുണ്ടോ? ഇബാദത്താണ്. വകമാലുർ റജാഇ, പൂർണ്ണമായ പ്രതീക്ഷയുണ്ടാവുക. എന്റെ നന്മകൾ പ്രതിഫലം തരും, എനിക്ക് സ്വർഗം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടാകുമ്പോൾ അത് ഇബാദത്തിന്റെ പ്രധാനമാണ് എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ നാവ് കൊണ്ട് സത്യം പറയുന്നതും അള്ളാഹുവിനെ ഒന്ന് ഓർക്കുന്നത് പോലും ഇബാദത്താണ്. തവക്കുലാക്കുന്നത് ഇബാദത്താണ്. അള്ളാഹിനോടുള്ള മഹബത്ത് ഇബാദത്താണ്. വാപ്പാനെ ഉമ്മാനെ സ്നേഹിക്കുന്നത് പരിഗണിക്കുന്നത് ഇബാദത്താണ്. അയൽവാസികളായ മനുഷ്യരോട് കരുണ കാണിക്കുന്നത് അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചാണെങ്കിൽ അതെല്ലാം ഇബാദത്താണ്. നമ്മുടെ കുടുംബം നോക്കാൻ, ദീനിയായി ജീവിക്കാൻ കച്ചവടം ചെയ്യുന്നത് ഇബാദത്തായി മാറും. നമ്മൾ ചെയ്യുന്ന ജോലി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മാർഗത്തിലാണെങ്കിൽ അത് ഇബാദത്തായി മാറുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുള്ളൂ. എന്ത് കാര്യത്തിലും അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായി മാറാം. ഇബാദത്തുകൾ സജ്ജമാക്കാം. മൂന്നാമത് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് വഫഅലുൽ ഖൈറ, നിങ്ങൾ ധാരാളം നന്മകൾ പ്രവർത്തിക്കുക. ആ നന്മയിൽ ഉലമാക്കന്മാർ എണ്ണി പറഞ്ഞത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന ഒരുപാട് നന്മകൾ. നാം മരിച്ചാലും നമ്മളെ ഓർമ്മിക്കാൻ പറ്റാവുന്ന, നാട്ടിൽ ഉപകരിക്കുന്ന നന്മ ചെയ്യുന്നവരായി നമ്മൾ മാറണം. ഇന്ന് നമ്മുടെ നാട്ടിൽ ആ പഴയകാല പ്രൗഢി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിധേന ധൂർത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഒക്കെ ആഘോഷങ്ങളും ഭ്രമങ്ങളുമായി വിഹരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് പഴയ ദാരിദ്ര്യത്തിന്റെ ചില സൂചനകൾ കടന്നു വരികയാണ്. ഭയപ്പെടുത്തുകയല്ല, ആർക്കും വാർത്ത വായിക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു വേള അറബ് രാജ്യങ്ങളിൽ മഴ ശക്തമായി കൊണ്ടിരിക്കുന്നുണ്ട്, അതിനപ്പുറത്ത് മിസൈൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ചൂടേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും പല വീടുകളിലും ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നവർ വരെ ഉണ്ട്. തൽക്കാലം നാട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞ് കയറ്റി അയച്ചവരുണ്ട്. പുറത്തിറങ്ങി മാന്യമായി ബിസിനസ് നടക്കാത്തത് കൊണ്ട് വീട്ടിൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ പോകുന്നവരുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ ശമ്പളം ലഭിക്കാതെ പോയവരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടുകളെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ എന്ന് ഈ ആഴ്ച അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ധാരാളം സുഹൃതങ്ങൾ ചെയ്യണേ, അള്ളാഹു അത്തരം ആളുകളെ ഇഷ്ടപ്പെടുന്നതാണ്. മുഹ്സിൻ, ധാരാളം സുഹൃതങ്ങൾ ചെയ്യാ. ചെറുതാണെങ്കിൽ അത് ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് അവന് അതിന്റെ ഗുണം അവന് ലഭിക്കുന്നതാണ്. ഒരു പക്ഷിക്കൊരു തുള്ളി വെള്ളം കൊടുക്കുക. ചൂടുകാലത്താണ് നമ്മൾ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നവർ. നമ്മുടെ കിണറ് നാട്ടുകാർക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാകണം. അത് മുടക്കിടരുത്. അപ്പുറത്തെ വീട്ടിൽ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വഴിമുടക്കുന്നവരായി മാറരുത്. ഈ വഴി തരൂല, ഈ കട്ട നീക്കാൻ പറ്റൂല, ഈ കല്ലവിടുന്ന് മുറിക്കാൻ പറ്റൂല, ഈ മരത്തിന്റെ കൊമ്പ് മുറിക്കാൻ പറ്റൂല. ജനങ്ങൾക്ക് കഷ്ടപ്പാടും പ്രയാസവും കൊടുക്കുന്നവനായി നിങ്ങൾ മാറരുത്. സേവനം ചെയ്യുന്ന ഒരു മനസ്സാണ് നിനക്ക് വേണ്ടത്. യർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചോ. യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിൽ ഉള്ള സൃഷ്ടികളോട്, മനുഷ്യന്മാരോട്, പച്ചക്കരളുള്ള എന്തിനോടും കാരുണ്യം കാണിച്ചാൽ അല്ലാഹ് നമ്മളോട് കരുണ കാണിക്കും. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഖൈറുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്കേറെ ഉപകാരം ചെയ്യുന്നവനാണ്. കടം കൊണ്ട് വലഞ്ഞവരെ സഹായിക്കുന്നവരാകണം. വീടില്ലാത്തവന്റെ വീടിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നവരാകണം. അതുപോലെ തന്നെ ചികിത്സയിലും കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളിലും തളർന്നു വീണ മനുഷ്യന്മാര് നമ്മുടെ മനസ്സിനകത്തൊരു നൊമ്പരമായി മാറണം. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന മനുഷ്യനാരോ അവനാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് മനസ്സിലാക്കുക. ഒരു പുഞ്ചിരി പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ചു. സമാധാനത്തിന്റെ ഒരു തൊട്ടു നോക്കി ഒന്ന് സമാധാനിപ്പിച്ച് ഒരു വാക്ക് പറയാൻ കഴിയുന്നത് പോലും ഇന്നത്തെ കാലത്ത് വലിയ നന്മയാണ്. ഒരാളുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അതുപോലും ഇന്ന് പുണ്യമാണെന്ന് തിരിച്ചറിവുണ്ടാവണം. ഒരാളെയും ഉപദ്രവിക്കുന്നവരായി മാറാനല്ല, നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. ആ വിജയമേതാ? താൽക്കാലിക വിജയമല്ല. നാളെ പരലോകത്തെ പൂർണ്ണമായ സന്തോഷത്തിന്റെ, സ്വർഗത്തിന്റെ ലോകം തുറക്കപ്പെടുന്ന യഥാർത്ഥ സന്തോഷ വിജയം നേടാൻ ഈ മാർഗം നമ്മൾ സ്വീകരിച്ചു മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. പടച്ചറബ് ഇഷ്ടപ്പെടുന്ന വിജയികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي بتقوى الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ നെഞ്ചോട് സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ നല്ലവരായ മുത്തഖീങ്ങളായി ജീവിക്കാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. 3 സുപ്രധാനമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അതിലൊന്ന്, മാർച്ച് മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ നമ്മൾ വരുമ്പോൾ ഏപ്രിൽ മാസം മുതൽ കേരളത്തിൻ്റെ വെക്കേഷൻ ആരംഭിക്കാം. സ്വാഭാവികമായും നമ്മുടെ നാടുകളിൽ ധാരാളം അപകട മരണങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേൾക്കാറുണ്ട്. കുട്ടികൾ കൂട്ടം കൂടും, വെള്ളം കാണുമ്പോൾ എടുത്ത് ചാടും, ഒരു തമാശക്ക് വേണ്ടി പലതിൻ്റെയും മരത്തിൻ്റെയും മറ്റും മുകളിൽ കയറും. പല അഭ്യാസങ്ങളിലും ചെന്ന് ചാടുന്ന പല കുടുംബങ്ങളിലും 1, 2, 3 കുട്ടികളൊക്കെ മരണപ്പെട്ട വാർത്തകൾ. അള്ളാഹു എല്ലാവിധ അപകടങ്ങളും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വലിയ ഒരു ജാഗ്രതയും താല്പര്യവും നാടിന് മൊത്തം വേണം. കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയമാണ്. ആരുടെയും നിയന്ത്രണമില്ലാതെ വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒഴിവു സമയം രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാകണം. ഈ സമയം 2 മാസം എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം.
അത് കുട്ടിക്ക് മാത്രമല്ല, ലീവ് കിട്ടുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ ആ ലീവ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം. ചില ആൾക്കാർ പറയും പിന്നെ ഒന്നിനും കിട്ടൂല, എന്താ ലീവിലായ പിന്നെ ഒന്നിനുമില്ല. വിശ്രമം വരെ നല്ലതിന് ഉപയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് വലിയ നേട്ടാണ്. പക്ഷെ ആ 2 അനുഗ്രഹങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ വഞ്ചിതരാണ്. തീരെ പരിഗണിക്കൂല, അവർ മൈൻഡ് ചെയ്യൂല. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയമാണ്. ഒരു വലിയ തിരക്ക് പിടിച്ച ഒരു ക്രമം നമ്മുടെ ജീവിതത്തിൽ വന്ന് ഇനി അത് കഴിഞ്ഞാൽ നീ എന്താ ചെയ്യാ? ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നീ ഒരു തിരക്കിൽ നിന്ന് നീ മോചിതനായി മാറിയാൽ നീ മറ്റൊന്നിലേക്ക് വ്യാപൃതനാകണം. വഇലാ റബ്ബിക ഫർഗബ്, നീ റബ്ബിലേക്ക് കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ഒഴിവുവേളകൾ വലിയ ചിട്ടയിൽ ഉപയോഗപ്പെടുത്തണം. അതൊരു വലിയ ചാൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് അലസതയുടേതായി മാറരുത്. നമ്മുടെ കുട്ടികൾ തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് നശിക്കുന്ന അവസ്ഥക്കത് കാരണമാകരുത്. ഒട്ടനേകം അപകടങ്ങളുടെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നമ്മുടെ മക്കൾ ചെന്ന് പെടാതിരിക്കാൻ ഈ ഒഴിവ് സമയത്തെയും പ്ലാനിൽ ഉണ്ടാകണമെന്നാണ് ഉറപ്പെടുത്തിയത്. ദീനിയായ അറിവുണ്ടാക്കാൻ കഴിയണം. നല്ല കുടുംബ സന്ദർശനങ്ങൾക്ക് അവരെ പറ്റണം. അതുപോലെ തന്നെ അവരെ എത്തിക്കേണ്ടത്, അവർ കാണേണ്ട ചില കാഴ്ചകളുടെ അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, മാനസിക രോഗികൾ തുടങ്ങിയ സമൂഹത്തിലെ ഏറെ പ്രയാസപ്പെടുന്ന ദുർബലരെ നമ്മളെ കുട്ടി കാണണം. അപ്പൊ നമ്മളെ കുട്ടിക്ക് ഇങ്ങനെ തോന്നും, എനിക്ക് വീട്ടിൽ നല്ല സുഖമാണ്, സൗകര്യം ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കുക. ഇല്ലായ്മകൾ നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കാൻ, പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്നൊരു ചാൻസ് ആണ് ഇത്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ശ്രദ്ധിച്ചു ഉപയോഗിച്ചോ, ഫറാഗക ഖബല ശുഗ്ലിക, തിരക്കുകൾ വരുന്നതിന്റെ മുമ്പ് നിന്റെ ഒഴിവുള്ള സമയം നന്നായി ഉപയോഗിച്ചോ. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ക്യാമ്പുകളും ദീനീ രംഗത്തുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇനി വരാനിരിക്കുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ തന്നെ ഓരോ കാരണം പറഞ്ഞിട്ട് പറയും, ആകെ ഒരു 2 മാസം ഒഴിവ് കിട്ടുന്നതാ, ഇതിൻ്റെ ഇടയിലും നിങ്ങൾ ക്യാമ്പ് എടുത്താണോ, ഇതിൻ്റെ ഇടയിലും ക്ലാസ് നടത്തുകയാണോ? ഇവിടെയാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്. നമ്മളാണ് ഈ വിഷയം ഏറെ താല്പര്യം ഉണ്ടാക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന നല്ല ഒരു ചാൻസാണ് ഒഴിഞ്ഞിരുന്ന് സ്വസ്ഥമായി പലതും പഠിക്കാൻ, നല്ല ചങ്ങാതിമാരെ കണ്ടെത്താനുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. രണ്ടാമത്തേത്, തൊട്ടടുത്ത് ശവ്വാൽ അവസാനിക്കുന്നതോടുകൂടെ ദുൽഖഅദയിലേക്ക് വരുമ്പോൾ ഹജ്ജിനുള്ള യാത്രകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ തുടങ്ങുക. കഴിഞ്ഞ അതിന്റെ അപേക്ഷ കൊടുക്കേണ്ട സമയങ്ങളിൽ 2 ആഴ്ചകളിൽ ഖുതുബകളിൽ നമ്മളത് വിശദീകരിച്ചു. ഹജ്ജിന് സമയമായിട്ടുണ്ട്, അപേക്ഷിക്കേണ്ടവർ അപേക്ഷിക്കണമെന്ന് പലതവണയായി നമ്മൾ ഓർപ്പെടുത്തിയിട്ടുണ്ട്. പലരും അൽഹംദുലില്ലാഹ് ഗൗരവമായി കണ്ടു. അൽഹംദുലില്ലാഹ് യാത്ര പോകാൻ ഒരുങ്ങുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ പരിചയത്തിലുള്ള ഹാജിമാരായി അതിനുവേണ്ടി ഒരുങ്ങി പണമടച്ച് റെഡിയായി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ അത് പഠിപ്പിക്കണം. ഹജ്ജ് അറിയാതെ പോയാൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഹജ്ജിനെ കുറിച്ചുള്ള ശരിയായ ബോധം ലഭിച്ചില്ലെങ്കിൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? ഹജ്ജിന് പോണ ആളുകളോട് നമ്മളൊക്കെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം, നടക്കാൻ പഠിക്കണം. ഹാജിമാരുടെ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കാൻ എന്താ, ഇവിടുന്ന് തൊട്ട് നടക്കാൻ കഴിയാത്ത ആൾക്കാർ അവിടെ എത്തുമ്പോൾ 20-22 കിലോമീറ്റർ നടക്കണം. അപ്പൊ അവനെ ഒന്ന് ഹാജിനെ നന്നായി ഒന്ന് ഒരുക്കേണ്ടതുണ്ട്. പല കാര്യങ്ങൾ അയാളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ദീനിന്റെ ശരിയായ മസല പഠിപ്പിക്കേണ്ടതുണ്ട്, രൂപം പഠിപ്പിക്കേണ്ടതുണ്ട്. അത് കൃത്യമായ സ്ഥലവും തീയതിയൊക്കെ വെച്ച് നടക്കുന്ന ഇബാദത്താണ്. ഹജ്ജ് പഠിക്കാതെ ഒരാളും ഹജ്ജിന് പുറപ്പെടരുത്. ഉംറ ഒരു 20 മിനിറ്റോട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഹജ്ജ് അങ്ങനെ തീരൂല. അതുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മുടെ പണ്ഡിതന്മാർ ഇൻഷാ അല്ലാഹ് നാളെ ശനിയാഴ്ച ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ഹജ്ജ് ക്യാമ്പ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പരിചയത്തിൽ ആരുമാവട്ടെ, ഏത് ആളാവട്ടെ, ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന പ്രൈവറ്റിലോ ഗവൺമെന്റിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള നല്ല ഒരു സമ്മാനമാണ് ഹജ്ജ് ക്യാമ്പ്. സൗജന്യമായി നമ്മൾ നൽകുന്ന ക്യാമ്പാണ്. ഉച്ചവരെയാണ് ഉണ്ടാവുക. അതിൽ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കാം. മൂന്നാമത്തേത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറെ പരിഗണിക്കേണ്ടുന്ന ഒരു മേഖലയാണ് മദ്രസ മേഖല. പള്ളിക്ക് വേണ്ടി ആളുകൾ എന്തു ചെയ്യും? പള്ളിക്ക് വേണ്ടി പണം കൊടുക്കും, പള്ളിക്ക് വേണ്ടി ലക്ഷങ്ങൾ തരാൻ തയ്യാറാണ്. മദ്രസ എന്നൊന്ന് പറഞ്ഞാൽ ആളുകൾ പറയും, ഒരു മദ്രസയല്ലേ? നിസ്കാരം പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന ഒരു തലമുറയെ 8-9 കൊല്ലം ഇരുത്തി പഠിപ്പിക്കുന്ന, അവിടെ നിന്നാണ് ഞാനും നിങ്ങളൊക്കെ ഇബാദത്ത് പഠിച്ചു വരുന്നത്. നമ്മുടെ പരലോകം വരേക്കുമുള്ള നമ്മുടെ ഇബാദത്തുകൾ പഠിച്ച് പുറത്തിറങ്ങുന്നത് മദ്രസ എന്നാണ്.
ആ മദ്രസകളെ ഏറെ പരിഗണിക്കേണ്ടുന്ന ഇൽമുൻ നാഫിഇന്റെ ഒരു വലിയ മേഖല നമ്മളത് ഉപയോഗപ്പെടുത്തണം. മദ്രസയുടെ അഡ്മിഷൻ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-4 വയസ്സ് മുതലുള്ള അൽ ബഹിജ എന്നറിയപ്പെടുന്ന പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള നമ്മുടെ മദ്രസയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അതുണ്ടാവണം. സ്കൂളിന്റെയും ട്യൂഷന്റെയും പേര് പറഞ്ഞുകൊണ്ട് ദീനിന്റെ പഠനം ഉപേക്ഷിച്ചാൽ, ഞാൻ വീണ്ടും പറയുന്നു, ദീൻ എന്നതിനെ ഒഴിവാക്കിയാൽ പിന്നീട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത് പുതിയ പുതിയ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തിൽ ചില വാർത്തകൾ കേട്ട് ഞെട്ടലോടെ കോരിത്തരിച്ചിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടെ മദ്രസ സംവിധാനങ്ങളെ മുറുകെ പിടിക്കുക, അവയിലേക്ക് നമ്മൾ ചേർന്ന് വരിക. നമ്മുടെ മദ്രസ ഒരു പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളോട് പറയാ, അതിന്റെ നിത്യമായ ചിലവുകൾ വരെ സാമ്പത്തികമായി ഞെരുക്കത്തിലാണ്. കിട്ടുന്ന ഫീസ് പോലും കറക്റ്റായി കിട്ടാത്തത് കൊണ്ട് കിട്ടിയാൽ പോലും സാലറി അടക്കമുള്ള മേഖലയിൽ നമുക്ക് ഷോർട്ട് വന്നുകൊണ്ടിരിക്കുക. ഇനിയും 3-4 മാസങ്ങൾ കഴിഞ്ഞു പോവുകയും വേണം. നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ മദ്രസാ പ്രസ്ഥാനത്തിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ എല്ലാവരും, വന്നിരിക്കുന്ന എൻ്റെ കുട്ടി പഠിക്കണില്ലല്ലോ, ഏതോ ഒരു മദ്രസല്ലേ, ആരുടെ അള്ളാന്റെ ദീന് പഠിക്കുന്ന, അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന കുഞ്ഞുമക്കളെ ദീനിയായ തർബിയത്തിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മഹാസംരംഭത്തിനെ ഇന്നെല്ലാവരും സഹായിച്ചുകൊണ്ട് ഇന്നത്തെ സ്വതക്ക അതിനു വേണ്ടി നിയ്യത്ത് വെച്ചുകൊണ്ട് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പുതിയ കാലത്ത് തിരിച്ചറിയാത്ത ഒരുപാട് വാപ്പാരുമാരുണ്ട്. ഇപ്പോഴുള്ള ജനറേഷൻ എന്നറിയപ്പെടുന്ന ജെൻസി എന്നും അതുപോലെ തന്നെ ബീറ്റ എന്നും അറിയപ്പെടുന്ന 2010 ശേഷം ജനിച്ച കുട്ടികളെ വാപ്പാക്കും ഉമ്മാക്കും കൈകാര്യം ചെയ്യാൻ അറിയാത്തൊരു വല്ലാത്ത പ്രയാസമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാം. നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സല്ല ഇപ്പൊ നമ്മളെ കുട്ടി ധരിക്കണത്. നമ്മുടെ പെൺകുട്ടി ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ അല്ല പുറത്തിറങ്ങണത്. നമ്മുടെ വീടിനകത്ത് ഇപ്പോൾ നടക്കുന്ന പലതും നിങ്ങൾക്കറിയാം ശരിയല്ല എന്ന്. തിരുത്തണമെന്നുണ്ട്. എങ്ങനെ? ഇൻഷാ അല്ലാഹ് അതിന് ഉപകരിക്കുന്ന ഒരു പാരന്റിംഗ് ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും ബാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്നു കൊണ്ട് പഠിക്കേണ്ടുന്ന ഒരു 2 മണിക്കൂർ നേരത്തെ പ്രോഗ്രാം ഈ വരുന്ന ഞായറാഴ്ച ചൂളക്കേരി നമ്മുടെ സഹാറ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് പ്രത്യേകം സജ്ജീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ഒരു ക്യാമ്പ് നടത്തുക. ഞാനത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഫോൺ വിളി വന്നാലും ഇല്ലെങ്കിലും ഒരറിയിപ്പായി കണ്ടുകൊണ്ട് ആ സാന്നിധ്യം കൃത്യമായി ഉപയോഗപ്പെടുത്തുക. എല്ലാം മാറ്റിവെക്കുക. കോടികൾ കൊടുത്താൽ കിട്ടാത്തതാണ് നമ്മുടെ മുത്ത്, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ കുട്ടി. ആ കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയ്ക്ക് വേണ്ടിയാണ്. അള്ളാഹു നമുക്കെല്ലാം ഏറെ ഉപകരിക്കുന്ന, നമ്മുടെ പരലോകത്ത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ നൽകാൻ പറ്റുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കെല്ലാം കാവലും സുരക്ഷയും നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹുവേ നീ ആശ്വാസം നൽകണമേ. ഗൾഫ് രാജ്യങ്ങളിലും മറ്റു പല പ്രദേശങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആഭ്യന്തരമായ പ്രതിസന്ധികളെ പടച്ചറബ് അവർക്ക് നിർഭയത്വം നൽകി നീ സമാധാനം നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വീടകങ്ങളിൽ, ഞങ്ങളുടെ അടുക്കളകളിൽ, ഞങ്ങളുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും അലയൊലികളും വന്നു തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ റബ്ബേ ഞങ്ങളെ നീ ശക്തമായ പരീക്ഷണങ്ങൾ നൽകില്ല റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തെ ഖൈറുള്ള ജീവിതമാക്കി നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് പ്രതിസന്ധികൾ ഞങ്ങൾക്ക് കാവൽ നൽകണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമേ. പാപങ്ങൾ പുറത്ത് മാപ്പ് നൽകണമേ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. രോഗികൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വലിയ പുണ്യവും ഖൈറും ആഫിയത്തുള്ള ജീവിതവും പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المظلومين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.